മിററിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഒടിഞ്ഞിട്ടുണ്ട്. സംഭവം ഇത് ആരും ഒടിച്ചൊന്നും വെക്കുന്നതെന്നും അല്ലെന്ന് തോന്നുന്നു. കാരണം ഇത് നല്ല പൊന്മുടി പോയിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ ഒടിഞ്ഞാണ്. പിന്നെ ഒരു പോക്കറ്റിട്ടാണ് വന്നത്. ഈ ഉയറിൻ്റെ ഒരു കണക്ഷൻ ഉള്ളതുകൊണ്ട് മാത്രം ഇത് ഊരിയിട്ട് താഴെ വീണ് പൊട്ടിയില്ല. ഇത് അഴിച്ചെടുത്തിട്ട് പോക്കറ്റിട്ടുണ്ട് വരാൻ പറ്റി. ഇതിൻ്റെ അകത്ത് ഇതിന് ജസ്റ്റ് ഇതിനെ റീഎൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി ഒരു മെറ്റൽ റോഡിനകത്ത് പീസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഈ ഒരു പ്ലേസ് വരെ വരും. അപ്പോഴത്തേക്ക് ഈ മെറ്റലും പ്ലാസ്റ്റിക്കും ഡിഫറൻ്റ് ആയിട്ടായിരിക്കും എക്സ്പാൻഡ് ചെയ്യുന്നതും വൈബ്രേഷൻസൊക്കെ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ടായിരിക്കും കറക്റ്റ് ഇവിടെ വെച്ച് തന്നെ ഇത് ഒടിഞ്ഞത്. ഒരുപക്ഷെ ഈ മെറ്റലിൻ്റെ പീസ് അകത്ത് ഈ സ്റ്റേ വരെ കൊടുത്തിരുന്നെങ്കിൽ ഇത് ഒടിയില്ലായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒട്ടിക്കാൻ നേരത്ത് അപ്പുറത്തെ സൈഡാണ് ഒട്ടിച്ചപ്പോഴത്തേക്ക് ഈ ഗം ഇതിൻ്റെ ഇറങ്ങി ഇത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതായി. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഈ പീസ് ഇവിടെ നിന്ന് ഊരിയെടുത്തിട്ട് സെപ്പറേറ്റ് ഒട്ടിച്ചതിന് ശേഷം തിരിച്ച് വെച്ച് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇത് പൊട്ടിയ സ്ഥിതിക്ക് അപ്പുറത്തെ സൈഡ് ഇനിയും പൊട്ടും. അപ്പോൾ അതുകൂടെ ഒന്ന് MCL വെച്ച് കുറച്ചുകൂടെ ഒന്ന് സ്ട്രെങ്ത് കൂട്ടി വെക്കണം. അപ്പോൾ ഞാൻ ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം. അത് പീസ് നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഗമ്മ് വെച്ചാണ് ഇത് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇതിനൊരു 75 രൂപ വെച്ചാൽ പ്രൈസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒട്ടിച്ചിട്ടും വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. കറക്റ്റായിട്ട് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഒട്ടിക്കുന്നത്. ഞാൻ ഒട്ടിച്ചിട്ട് ഇനി കാണിച്ചു തരാം. ഇതൊക്കെ കഴിഞ്ഞ് മിറർ തിരിച്ചത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മെറ്റൽ പീസ് ഇതുവരെ മാത്രം വരുന്നതുകൊണ്ട് തന്നെ അവിടെ കമ്പാരിറ്റീവ്ലി ബാക്കി പറഞ്ഞ വേസ്റ്റ് വീക്കായിരിക്കും. അപ്പോൾ അവിടെ വെച്ച് തന്നെ ബ്രേക്ക് ആവേണ്ട ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇനി അവിടെ MCL വെച്ച് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കുറച്ച് റീഇൻഫോഴ്സ് കൂടെ ചെയ്യണം. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.